ഒരു ഈസി ലഞ്ച് പ്രിപ്പറേഷൻ ആയാലോ? ആദ്യം തന്നെ മട്ടയരി കഴുകി കുക്കറിലിട്ട് ഒരു 4 വിസിൽ കേൾപ്പിക്കുക. ഞാനിവിടെ എടുത്തിരിക്കുന്ന അരിക്ക് 4 വിസിൽ മതിയാകും. നിങ്ങളുടേത് അതനുസരിച്ച് ചെയ്യുക. ഇനി ഒരു ബീട്രൂട്ട് തോരൻ തയ്യാറാക്കാം. അതിനായി ഒരു ബീട്രൂട്ടും ഒരു സവാളയുടെ പകുതി കൂടി കട്ട് ചെയ്തെടുക്കുക. ഞാനിവിടെ ഒരു ചോപ്പറാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ അതിലേലും കുഴപ്പമില്ല. ഇതുപോലെ ചെറുതായി കട്ടാക്കി എടുത്താൽ മതിയാവും. ഇനി ഒരു പാൻ എടുത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് വറ്റൽമുളകും കറിവേപ്പില കൂടി ആഡ് ചെയ്യുക. ഇനി നമ്മൾ നേരത്തെ കട്ടാക്കി വെച്ചിരിക്കുന്ന സവാളയും ബീട്രൂട്ടും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കുക. ഇനി ആവശ്യത്തിന് ഉപ്പ് അതിലേക്ക് ചേർത്ത് മൂടി വെച്ച് ഒരു 5 to 6 മിനിറ്റ്സ് കുക്ക് ചെയ്തെടുക്കുക. ഇനി ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങ എടുക്കുക. അതിലേക്ക് ഒരു 3 അല്ലി വെളുത്തുള്ളി, ഒരു പച്ചമുളക്, കുറച്ച് ജീരകം, ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് നല്ലതുപോലെ അരയ്ക്കുക. അരച്ചെടുത്ത തേങ്ങ ബീട്രൂട്ടിലേക്ക് ആഡാക്കി നല്ലപോലെ മിക്സാക്കി എടുക്കുക. ശേഷം അടച്ചു വെച്ച് ഫ്ലെയിം ഓഫാക്കി ഇടുക. നമ്മുടെ ബീട്രൂട്ട് തോരൻ തയ്യാറായിട്ടുണ്ട്. ഇനി വളരെ പെട്ടെന്ന് തന്നെ ഒരു ചെറുപയർ കറി കൂടി നമുക്ക് റെഡിയാക്കി എടുക്കാം. അതിനായി ചെറുപയർ നല്ലതുപോലെ കഴുകി ഒരു 3-4 അല്ലി വെളുത്തുള്ളി അതിലേക്ക് ചേർത്ത് ഒരു 4 to 5 വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ചെറുപയറൊക്കെ നല്ലതുപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് അരപ്പ് ആഡ് ചെയ്യാം. അതിനായി 4 ടേബിൾ സ്പൂൺ തേങ്ങ, 3 ചെറിയുള്ളി, ഒരു പച്ചമുളക്, 3-4 കറിവേപ്പില, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ജീരകം, ഇത് ഇത്രയും അരച്ച് അതിലേക്ക് ആഡ് ചെയ്യുക. ഇനി പാകത്തിന് ഉപ്പ് ചേർത്ത് നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം കടുക്, വറ്റൽമുളക്, ചെറിയ ഉള്ളി, കറിവേപ്പില ചേർത്ത് താളിപ്പ് കൂടി അതിലേക്ക് ആഡ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്താൽ നമ്മുടെ ചെറുപയർ കറി റെഡി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ലഞ്ചാണിത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.